ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. എടാ, നമ്മൾ ഇന്നലെ രാത്രി കണ്ണൂരെത്തി. പക്ഷെ കണ്ണൂരെത്തിയിട്ട് രാത്രി എത്തിയിട്ട് എനിക്ക് സ്റ്റേ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, എടേ ഞാൻ മുമ്പ് പ്ലാൻ ചെയ്തുമില്ല. അതാണ് എൻ്റെയും ഫോൾട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ ഓരോ റൂംസൊക്കെ നോക്കിയായിരുന്നു, ചെറിയ എമൗണ്ട് എന്തെങ്കിലും കിട്ടും. പക്ഷെ എല്ലാം 1000, 2000, 1500 കണ്ടത്. പിന്നെ ലാസ്റ്റ് ഞാൻ Booking.in നോക്കിയിട്ട് ഒരെണ്ണം കിട്ടി, അതായത് ഹാപ്പി ലിവിങ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത് ഏകദേശം 300 രൂപ ആ റേഞ്ചിൽ എനിക്ക് കിട്ടി, അതായത് ഡോർമെറ്ററി സ്റ്റേ 300 രൂപ. അപ്പോൾ ഞാനിപ്പോൾ അവിടെയാണ്, ഹാപ്പി മൂമെൻ്റ് എന്തൊക്കെയാണ് പറയണം, ഹാപ്പി ലിവിങ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ബിൽഡിംഗ് ഒന്ന് കാണിച്ചാൽ, ശരിക്കും പറയുന്നത് ഇന്നലെ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇവിടെ ആരും ഇല്ല, ഓണർ ആരും ഇല്ല ഇവിടെ. കുറേ നേരം ഞാൻ ഉച്ചയായി ഇപ്പോൾ എഴുന്നേച്ചപ്പോൾ. ഞാൻ രാത്രി ഭയങ്കര ക്ഷീണം, ഉറങ്ങി എഴുന്നേച്ച് അതിൻ്റെ ഇടയിൽ വേറൊരു വ്യക്തി അവിടെ വന്ന്. അപ്പോൾ റൂമെന്ന് പറയുന്നത് ഡോർമെറ്ററി ഓരോ കട്ടിലായിട്ടില്ല, അപ്പോൾ നമ്മൾ റൂം ലോക്ക് ചെയ്യുമല്ലോ. അപ്പോൾ വേറൊരു വ്യക്തിയും കൂടി വന്നപ്പോൾ പിന്നെ രാത്രി ഒരു 8-9 മണിക്ക് ഞാൻ പിന്നെയും പോയി എഴുന്നേച്ച് തുറന്നു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബിൽഡിങ്ങും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമുക്ക് വരുന്നത് ഹാപ്പി ലിവിങ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടാണ്. മാത്രമല്ല നല്ല ഏരിയ ഉണ്ട്. എൻ്റെ വണ്ടി അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ റൂം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. റൂമെന്ന് പറയുമ്പോൾ ഏറ്റവും എന്താ പറയുക, അത്യാവശ്യം നല്ല ഇതൊക്കെയുള്ള ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വരുന്നത് നമുക്ക് ഹോസ്റ്റല്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ അത്യാവശ്യം നമുക്ക് എന്താ പറയുന്നത് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട് ലോക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ വെക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് എൻ്റെ റൂം ഇവിടെ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഇത്. വേറൊരു വ്യക്തി കൂടി ഉണ്ട്, പുള്ളി പോയക്കനാണ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം. പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ 300 രൂപക്ക് അഫോർഡബിളാണ്, ആ റേറ്റിൽ ഉള്ളതുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നപ്പോൾ എനിക്ക് 1-2 സ്ഥലത്ത് പോകണം. 1-2 സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണൂരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയൊക്കെ പോകണം. അതിനു മുമ്പ് ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകും. എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കിള്ളം സ്ഥലമുണ്ട്, ഞാനപ്പോൾ അവിടെ പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്ലാന്. മാത്രമല്ല ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യൂടെ, ഇന്ന് ഫുള്ളി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യും. രാത്രി വിടണമെന്നില്ല, കാരണം വയ്യ, സ്ട്രെസ് ചെയ്ത് വണ്ടി ഓടിക്കാൻ വയ്യ. കാരണം പിന്നെ എനിക്ക് പറ്റിയ സംഭവം എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് മറ്റേ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതായത് നമ്മൾ ഒരു ദൂരയാത്രക്ക് പോകുമ്പോൾ ഒന്ന് കുറച്ച് ലഗേജ് എടുക്കുക. കാരണം എനിക്ക് പറ്റിപ്പോയതാണ്. അത് മാത്രമല്ല എന്താ പറയുക, നമുക്ക് ഇരിക്കുന്ന കംഫോർട്ട് നോക്കാം, അതാണ് മെയിനായിട്ട്. ഇപ്പോൾ എനിക്ക് പറ്റിയതും അതാണ്. എനിക്ക് ഇരിക്കാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മറ്റേ ആ ബാക്ക് പാക്കിംഗ് ബാഗ് എടുത്തപ്പോൾ. പക്ഷേ എന്നാൽ അതിന് മാത്രം സാധനങ്ങളൊന്നും ഇല്ല. ഒരു 2 ജോഡി ഡ്രസ്സ് വെച്ച് ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എന്താ പറയുക, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വിടണം. പിന്നെ ഇനി അങ്ങോട്ട് നിർത്താണ്ട് പോകണം. പിന്നെ അതേപോലെ തന്നെ നിർത്താണ്ട് പോകണം. എനിക്ക് ഇനി ഒരു സ്റ്റോപ്പ് ഞാൻ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഗോവയിൽ നിർത്താമെന്നാണ്, എന്നിട്ടിങ്ങനെ വിട്ട് പോകാമെന്നാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എന്തായാലും ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ നമുക്ക് സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ ഇരുന്ന് കംഫോർട്ടായിട്ട് പോകാം. മാത്രമല്ല ഞാൻ മറ്റേ റൈഡിങ് ജാക്കറ്റും സംഭവമൊക്കെ എടുത്ത് അകത്ത് വെച്ച്, എന്നിട്ട് ഞാൻ ഒരു നോർമൽ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഓവർകോട്ട് പോലത്തെ സംഭവമില്ലേ, നോർമലൊരു പോകാനായിട്ടൊക്കെ ഇടുന്നത്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലടെ, ഒന്നും കഴിച്ചിട്ടുമില്ല. ഉച്ച സമയമായി ചേട്ടാ, ഞാൻ രാത്രി മൊത്തം കിടന്ന് ഉറക്കുമായിരുന്നു. രാത്രി മൊത്തം ഞാൻ വീഡിയോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കുറേ ഇങ്ങനെ ഫോൺ നോക്കി, യൂട്യൂബ് നോക്കി. പിന്നെ ഇവിടെ വൈഫൈ ഫ്രീ ആണ്, അതൊരു നല്ല ഫീച്ചറാണ്, വൈഫൈ ഫ്രീ ആണ്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ടോയ്ലറ്റും കാര്യങ്ങളും, ബാത്റൂം ഞാൻ കാണിച്ചില്ല, അത്യാവശ്യം നല്ല ഇതൊക്കെ ഉള്ള, കുഴപ്പമൊന്നുമില്ല, സ്റ്റാൻഡേർഡ് ഇതാണ്. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഹോസ്റ്റൽസ് വേണം. കൊച്ചിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 രൂപ 250 രൂപ വരെ കിട്ടാനുണ്ട് ഹോസ്റ്റൽസൊക്കെ. അത്രയും അഫോർഡബിളായിട്ട് കിട്ടും പല സ്ഥലത്തും. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം 2000, 1500 ആ ഒരു എമൗണ്ട്. ഞാൻ ഒരു വ്യക്തിനോട് സ്റ്റേ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യുക, പുള്ളി ഒരു റെഫറൻസ് തന്നു, 2000 രൂപയുടെ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഇതായിരുന്നു. പക്ഷെ അത്രയും അടിപൊളിയാക്കാൻ പറ്റൂലായിരുന്നു എനിക്ക്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വിട്ടിട്ട് പോകണം. ഇനി ഇവിടെ നിന്ന് ഞാൻ നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് സ്പോട്ടിൽ പോവാം. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് പോവാം. ഇന്ന് മൊത്തം ഞാൻ ഇവിടെ കിടന്ന് കറങ്ങാൻ പോകുന്നു ടൗണിൽ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ
ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഈ കാണുന്ന ലൊക്കേഷനിലേക്കാണ് പോണത്. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് ആംഗ്ലോ ഫോർട്ട് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് എനിക്ക് ഇവിടെ അടുത്ത്, അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പറഞ്ഞ സ്ഥലം ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചാൽ അവിടെ പോവാന്ന്. അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട് നമുക്ക് വേറെ സ്ഥലത്തും കൂടി പോകണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. പക്ഷെ അതിനു മുമ്പ് ഇപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ ഒന്ന് നോക്കണം. ഫുഡിൻ്റെ സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം. അതും കൂടി ഉണ്ട്. ഫുഡ് എന്ന് പറയുന്നത് ലൈറ്റായിട്ട് എൻ്റെ പ്രശ്നം എന്താ അറിയോ നിങ്ങൾക്ക്, ഞാൻ ഈ കഴിച്ച് ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ചായ കുടിക്കും, പിന്നെ എണ്ണക്കടികൾ കഴിക്കും, ഇതൊക്കെ കഴിച്ചിട്ട് തന്നെ ആകെ സീനാണ് വയറ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഞാൻ ഇന്നലെ രാത്രിയാണല്ലോ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ രാത്രി വന്ന് കണ്ണൂരൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ വലിയ ടൗൺ ഏരിയ ആയിട്ട് പോലും നിങ്ങൾ കണ്ടില്ല. ഇവിടെ നോക്കി വലിയ തിരക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഭയങ്കര തിരക്കൊന്നും ഇല്ല. അത്യാവശ്യം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റോഡാണെങ്കിലും ഭയങ്കര ഇതൊന്നുമില്ല. കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തിരക്കിൻ്റെ അയ്യടിയാണ്. തിരക്കണ്ടട്ടോ പറഞ്ഞുള്ളൂ. ഓട്ടോറിക്ഷക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. ഇവിടെ നിന്നല്ല, അവിടെ അതെ, കൊച്ചിയിലും അതെ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇടിച്ചിട്ടുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ വളക്കാൻ നേരത്തായിരുന്നു. വളക്കാൻ നേരം ഞാൻ സ്പീഡിലായിരുന്നു. പിന്നെ ബ്രേക്ക് ഒഴിച്ചിട്ട് കിട്ടിയില്ല, നേരെ അതിൻ്റെ ബാക്കിൽ പോയി തട്ടി. അപ്പം നമുക്ക് പോവാം ഗൈസ്. അതെ, കണ്ടുപിടിച്ചടേ അശോക ഹോട്ടൽ. നമ്മൾ പോണ ലൊക്കേഷൻ അടുത്ത് ഉള്ളൊരു ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടലാണ്. എന്താ കഴിക്കാനുള്ള പൊറോട്ട ഉണ്ട്, അതുപോലെ പരിപ്പോട എല്ലാം ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡുകൾ നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് നോക്കി, പൊറോട്ട 2 പൊറോട്ടയും പിന്നെ അതേപോലെ തന്നെ ഒരു പരിപ്പോടയും പിന്നെ ഗ്രേവി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മീൻ കറി കൊണ്ടുവന്ന് പിന്നെ ഒരു ചായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ല അടിപൊളി പൊറോട്ട. പൊറോട്ട ഉള്ളതാണ്, അടിപൊളി പൊറോട്ട. പിന്നെ ഞാൻ ചോറ് കഴിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ചോറ് പറ്റണില്ല. ചോറ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം, എനിക്ക് ഭയങ്കര ഒരു തളർച്ച ഫീലാണ്. പൊറോട്ട ആകുമ്പോൾ സെറ്റാണ്, ശരീരത്തിൽ അവിടെ കിടന്നോളും, പിന്നെ പെട്ടെന്ന് വിശക്കത്തുമില്ല. പിന്നെ ഒന്ന് കഴിച്ച് തീർച്ചിട്ട് നമുക്ക് പതിയെ ആദ്യം അവിടെ പോവാം, ഫോട്ടോ ഒന്ന് കാണണം, എന്നിട്ട് ബാക്കി സ്ഥലത്തൊക്കെ പോകണം. നല്ല സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ എത്തി ഇറങ്ങി. നല്ല ചൂടേ, നല്ല വെയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. ഇത് ഞാൻ ഗൂഗിളിൽ നോക്കണേ ഇതിൻ്റെ ചരിത്രം എന്നാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ഇത് പണിതത് പോർച്ചുഗീസ്, അതായത് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ കാലത്താണ്. പക്ഷേ ഇവിടെ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരോട് ടിപ്പുയുടെ കാലത്ത് പണിതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഫീസ് വരണം, കണ്ടില്ലേ? അഡൽട്ട് അപ്പോൾ 50 25 രൂപ, വളരെ കുറവാണ്. ഫിഡീഷ്യർക്ക് കൂടുതലാണ്.
സ്വാഭാവികം അവിടെ ആരും ഇല്ലല്ലോ. അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ടൊരു ആളെ ചേട്ടാ ഒരു ടിക്കറ്റ് 25 5 രൂപ ചെയ്യുന്നുണ്ടോ? 5 രൂപ. ഒരു സെക്കൻഡ് നോക്കട്ടെ. ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. ഓക്കെ ഇതാണ് ടിക്കറ്റ്. ഫോർട്ട് സെൻറ്റ് ആംഗ്ലോ കണ്ണൂർ. അടിപൊളി കുടി കണ്ടേ, ഇന്ത്യൻ കുടി. ഇത് കാണുന്ന പോലെ കേട്ടോ, കിടുക്കാച്ചി കോട്ടയാണ്. അതായത് നല്ല വലിപ്പം, നല്ല സൈസൊക്കെ ഉള്ള, ജസ്റ്റ് ഒരു വെറുതെ ഒരു കോട്ട എന്നുള്ള പേരല്ല, നല്ല വലിപ്പമുള്ളൊരു കോട്ടയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് സെൻറ്റ് ആംഗ്ലോ ഫോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോർച്ചുഗീസിൻ്റെ കാലഘട്ടത്തിൽ, അതായത് വാസ്കോഡ ഗാമ വന്ന സമയത്ത് പുള്ളിക്കാരന് താമസിക്കാൻ, അല്ലെങ്കിൽ പുള്ളിക്കാരനൊരു സെറ്റിൽ ചെയ്യാനായിട്ട് ഇവിടുത്തെ അന്നത്തെ ഭരണാധികാരി, കണ്ണൂർ ആയിട്ടുള്ള കോലോത്തിരി ഒരു ഭൂമി നൽകി. അവിടെയാണ് ഇവർ ഈ ഒരു കോട്ട പണിതത്. പിന്നെ ടിപ്പുയുടെ കാലത്തൊക്കെ ഇവിടെ കോട്ട ആക്രമിച്ച് ഒരു കോട്ട പുള്ളിയുടെ അധികാരത്തിലാക്കി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു ഇതുണ്ട്. എന്താണ് ഇതിനെ പറയണത്? തീതുപ്പി യന്ത്രം, ഫയർ കനാൻ. ചേട്ടനാണോ ടിക്കറ്റ് നോക്കണം? പേരെന്താ? ബാബു. ഇതാണ് ഗൈസ് കോട്ട. ഇവിടെ എന്തോ പരിപാടി നടത്താൻ വേണ്ടിയാണ് തോന്നുന്നത്. ഇത് പണ്ടുണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കണ്ട കസേരകൾ വെച്ചേക്കണുണ്ടോ? ഇവിടെ ഷൂട്ടിങ് വല്ലതും വന്നിട്ടുണ്ടോ? ഇവിടെ നമുക്ക് പോകാം. പ്രത്യേകിച്ച് ഉള്ളിൽ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊന്നുമില്ല. പിന്നെ കുറേ നടക്കാനുണ്ട് അത്യാവശ്യം. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടില്ല നിങ്ങൾ, നല്ല നല്ല ബിൽഡിങ്സാണ് വന്നേക്കണം മൊത്തം. പിന്നെ കുറേ ഫാമിലി ആൾക്കാരൊക്കെ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കണ ഇതൊക്കെ ഉണ്ട്. പിന്നെ വളരെ ചീപ്പാണ് കേട്ടോ, 25 രൂപയേ ഉള്ളൂ ഇപ്പോൾ നമുക്കൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അതേപോലെ തന്നെ മറ്റ് ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം 300 രൂപയോളം കിടക്കണം. മാത്രമല്ല സാർക്ക് രാജ്യങ്ങളിലെ ആൾക്കാർക്ക്, അതായത് സാർക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് അവർക്കും ആ ഒരു 25 രൂപ എമൗണ്ടേ വരുന്നുള്ളൂ. ഇവിടെ കുറേ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊന്ന് പോയി നോക്കാം, എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. മുഞ്ചി അതിൻ്റെ അകത്തൊന്നുമില്ല. സെക്യൂരിറ്റി ഡ്രസ്സ് മാറ്റാൻ പോകണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് കിടിലം വ്യൂ ഉണ്ട്. ഇവിടുന്ന് കടലിലേക്കുള്ള ഒരു കിടിലം വ്യൂ വരുന്നുണ്ട്. ഉണ്ടോ? അടിപൊളി വ്യൂ ആയി, ഒരു രക്ഷയില്ല. മാത്രമല്ല ഇവിടെ കടലെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞൊരു കടൽ, അതായത് വെള്ളമൊക്കെ നല്ല ഒരു ബ്ലൂയിഷ് ടോൺ നന്നായിട്ട് നല്ല രീതിക്ക്. എടി പിന്നെ ഇതെന്താ സംഭവം എന്നറിയാവോ? പണ്ടുണ്ടല്ലോ പോർച്ചുഗീസുകാർ പണിത് കഴിഞ്ഞ് പിന്നെ കോലോത്തിരി ഇത് കീഴ്പ്പെടുത്തി. പിന്നീട് പോർച്ചുഗീസ് വരാതിരിക്കാനും ഇനി വന്നാൽ തന്നെ ഇവിടെ നിന്ന് തന്നെ വെടിവെച്ച് അവരെ കൊല്ലാൻ വേണ്ടി ഇവിടെ സംഭവങ്ങൾ വെച്ചേക്കണേണ്. ഫയർ കനോൺസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തത്. അതായത് ബീരങ്കി എന്ന് പറയും, അത് ഇവിടെ ഫിറ്റ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് കപ്പൽ വരുമ്പോൾ തന്നെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ അടിച്ചു വീഴ്ത്താനായിട്ട് വെച്ചേക്കണേ. എന്തായാലും കൊള്ളാം സംഭവം. നല്ല വെയിലും ഉണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ പണ്ട് ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കണ്ട ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ഓരോ ഭടന്മാരിങ്ങനെ നിൽക്കുമായിരുന്നു. രസമാണ്.
നടന്ന് പോകണം സുഹൃത്തുക്കൾ. ഇവിടെയൊക്കെ നന്നായിട്ട് അവർ പുല്ലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്പോട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കണ്ട് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് കടലിലേക്ക്. വേറെ അടച്ചിട്ടൊക്കെയാണ്. പക്ഷെ എന്തായാലും കൊള്ളാം. ഈ ഗൂഗിളിലൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോട്ട ഏകദേശം 1505 കോലോത്തിരി ഭരണാധികാരി പുള്ളിക്കാരൻ നമ്മുടെ വാസ്കോഡ ഗാമൻ പോർച്ചുഗീസ് ടീമിന് സ്ഥലം കൊടുത്ത് അവരൊരു 3-4 വർഷമൊക്കെ എടുത്തിട്ടാണ് പണിത്. 1507 പണിതെന്നാണ് കിടക്കുന്നത്. എനിക്കറിയില്ല ശരിയാണെന്ന്. ഗൂഗിളിൽ കിടക്കേണ്ടതാണ്. ഇതിൻ്റെ അകത്തൊന്നും വേണ്ട. കൊള്ളാം. കിട്ടൂടെ നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ, അതായത് നേരത്തെ കണ്ട് ഇവിടെ ഒന്ന് കയറാം. ഇവിടെ ചാടണമല്ലോ. ഇവിടെ പടിയൊന്നുമില്ല, ചാടിക്കിടക്കാം. ഞാൻ അവിടെ നിന്നായിരുന്നു ഇറങ്ങേണ്ടത്, ഇവിടെ നിന്നായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ചാടി ഇറങ്ങി. വേണ്ട ഞങ്ങൾ സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. ഒരു രക്ഷയില്ല. ഫോട്ടോസിനൊക്കെ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ് എല്ലായിടത്തും ഉള്ളത്. ആണോ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം പോലെ ഇരിക്കണം മൊത്തം കണ്ടിട്ട്. നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡൊന്ന് പോവാം. കണ്ടോ 2 ഗുഹ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ നിൽക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന വഴി തന്നെ ഇറങ്ങി. ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കയറാൻ പോകുന്നതാണ്. അതായത് നമ്മളെ എൻട്രൻസ് തന്നെ ഇവിടെ കണ്ടില്ല. നമ്മളിവിടെ നിന്നാണ് പോയിരുന്നത്. ഇവിടെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ മുകളിലേക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. അങ്ങോട്ടേക്കൊന്ന് കയറിയോ അതാകുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലെത്തും. ഒരുപാട് കയറാനുണ്ട്. പതുക്കെ കയറണം. അല്ലെങ്കിൽ പണിയായിട്ടും. നല്ല വിചലമ്പിച്ച പടികളാണെല്ലാം. അത്യാവശ്യം വലിപ്പമുണ്ട്. പണ്ടത്തെ ആൾക്കാർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അവർക്ക് നമ്മളെക്കാളും എനർജി ഉള്ളവരെ കൊണ്ട് അതൊന്നും വലിയ സീനില്ല. വാട്ട് എ ബ്യൂട്ടി. കടൽ മൊത്തം കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ. അടിപൊളി. പള്ളിയിൽ ബാങ്കും കൊടുക്കുന്നുണ്ട്. ചൂടി നടക്കും. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം. ഇവിടെയൊക്കെ എന്തോരം എന്താണ് ഭടന്മാർ കാവൽ നിന്നിട്ടുണ്ട് അവിടെ. അതിന് മാത്രം വലിയൊരു കോട്ടയാണിത്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഉണ്ടോ മുകളിലേക്ക് എത്തണം. ഇത് ഏറ്റവും മുകളിലത്തെ ഏറ്റവും ടോപ്പ് ലെവലാണ് സുഹൃത്തുക്കളെ. ഇത് ഇവിടെ നിന്ന് ഇനി മുകളിലേക്കൊന്നും സ്ഥലമില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് ലെവൽ. ഇവിടെ ശരിക്കും എനിക്കൊന്ന് നിരീക്ഷിക്കാനൊക്കെ വേണ്ടി വെച്ചാൽ പോലെ